ഹലോ ഗൈസ്, ഇപ്പോൾ 3 ദിവസമാണ് മലേഷ്യ. മോണിൽ തന്നെ എണിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യണം, പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തൊക്കെ ഡിഷസ് ആണെന്ന് നോക്കാം. സോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്യാബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് സിറ്റി ടൂർ തന്നെയാണ്. സിറ്റി ടൂറിൽ നമ്മൾ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചില ബിൽഡിങ്ങിന് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നേരെ പോകാൻ പോകുന്ന കിങ്സ് ലാൻഡിങ്ങിലേക്കാണ്. എത്തിയിരിക്കുന്നത് കിങ്സ് പാലസിലേക്കാണ്. ഇവിടെ ഒരു 10 to 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. വെയിലായതുകൊണ്ട് പെട്ടെന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാം. അവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിച്ചത് മനസ്സിലാക്കിയിരിക്കുന്നത് കിങ് ആണ് അൾട്ടിമേറ്റ് പവർ. കിങ്ങിന് താഴെയാണ് പ്രൈം മിനിസ്റ്റർ വരുന്നത്. സോ ഇത് ഈ കിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ റീജിയനിൽ, അതായത് സ്മാൾ സ്റ്റേറ്റ്സ് അങ്ങനെ എന്തൊരു ഡിഫറെൻറ്റ് കിങ്സ് ഉണ്ട്. 5 years ബേസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നെ. ഉള്ളോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം റൂളിംഗ് മാറുന്ന അനുസരിച്ച് ഇവിടെ വന്നായിരിക്കും കിങ് റൂൾ ചെയ്യുന്നത്. കിങ് താമസിക്കുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും. ഇവിടെ നിന്നാണ് റൂൾ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് പവർ ഇപ്പോഴും കിങ്ങിനാണെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. ബോഡി കിടന്നൊരു കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് എന്തൊരു മോണമെന്റിലേക്ക് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ പോയിട്ടറിയാം.
ഇത് മുമ്പ് ഇവിടെ മലേഷ്യ നടന്നിട്ടുള്ള വാറിനെയൊക്കെ പ്രതീകമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നാഷണൽ മൊമെൻ്റാണിത്. ഭയങ്കര വെയിലാട്ടോ, സഹിക്കാൻ പറ്റാത്ത വെയില, നല്ല ചൂടുണ്ട്, സെറ്റായി വേർത്തു. എന്തായാലും ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ഓടി നടന്നൊരു കാഴ്ച. നമ്മൾ ഓൾറെഡി KL ടവറിലൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം, അതായത് അവർക്ക് ടൈം സ്ലോട്ട് ലോക്ക് ചെയ്യും. ആ ടൈം സ്ലോട്ടിൽ പോയാൽ മാത്രമേ KL ടവർ പോലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാക്സിമം സ്ഥലങ്ങൾ കാണും. അങ്ങനെ നാഷണൽ മോണമെൻ്റ് ഒക്കെ കണ്ട ശേഷം അടുത്തിന് നേരെ പോകുന്ന നാഷണൽ മോസ്കിലേക്കാണ്. ഈ കാറി കയറുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നേരെ വന്നിരിക്കുന്നത് നാഷണൽ മോസ്കാണ്. ഇവിടുത്തെ നാഷണൽ മോസ്കാണ് ഫ്രണ്ടി കാണുന്നത്. ഇവിടെ ലേഡീസിന് പർദ്ദ പോലത്തെ ഒരു ഗൗൺ എന്തോ ഇടണം. ഉള്ളിൽ പോകാൻ പറ്റും, പോയി നോക്കട്ടെ. ഇവിടെ സെൽഫ് ചെക്കിങ് ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസ്, ഒരാളുടെ ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് പൗണ്ടും കൊടുത്താൽ കയറാൻ പറ്റും. ഷോർട്സ് ഒന്നും അലൗഡ് അല്ല. എന്നാൽ ലേഡീസ് എല്ലാം ഈ സൈസ് ഡ്രസ്സ് ഇടണം. ഷോർട്സ് ഇട്ടവർ ഈ ഡ്രസ്സ് വേണ്ടി വരും.
ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള കേട്ടോ. അകത്തൊക്കെ കയറിയപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു. പിന്നെ മോസ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പോലെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഈ ഡ്രസ്സും ക്യാമറയൊക്കെ അലൗഡാണ്, വീഡിയോസ് ഒക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു കൺസേൺസും ഇല്ല. ഡ്രസ്സിലുള്ള ചെറിയ ചെറിയ കൺസേൺസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ കാണുന്ന ഒരു ലൈബ്രറി എന്നാ പറഞ്ഞത്. മോസ്കിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത് നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ ബാക്കിയുള്ളവരൊക്കെ മുന്നോട്ടൊന്ന് പോയി അവരോടൊപ്പം ഓടിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നേരെ പോകുന്ന ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക്. അറിഞ്ഞൂടാതെ ബിൽഡിംഗ് കയറി നോക്കിയപ്പോൾ മനസ്സിലായ ലൈബ്രറി. ഇപ്പോൾ ഇവിടെയൊക്കെ എൻട്രി ഒക്കെ ഫ്രീ ആണ്. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് പെട്ടെന്ന് നോക്കി ഓടി നോക്കാമെന്ന് വിചാരിച്ചു. ഡോക്യുമെൻ്ററീസ് ഒക്കെ ആയിരുന്നു കോലാലംപൂരിനെ കുറിച്ചിട്ടുള്ളതും പിന്നെ മെട്രോയെ കുറിച്ചിട്ടുള്ളതും പിന്നെ ഫിനാൻഷ്യൽ ആപ്സെറ്റിനെ കുറിച്ചും പിന്നെ ടോപ്പ് ബിൽഡിങ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ആയിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ചൂടത്തിനകത്ത് കയറുമ്പോൾ ഫുള്ള് AC അല്ലേ, സുഖമായിരുന്നു. ഇനി ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ലൊക്കേഷൻ ഇവിടെ നേരെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ കണ്ടേഷൻ നേരെ പോകുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഓൺ ദ വേ ആണ്.
ഇപ്പോൾ നമ്മുടെ സെൻട്രൽ മാർക്കറ്റിനവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരുടെ 1 hour വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇവിടേക്ക് ഒന്ന് കറങ്ങുക, ലഞ്ച് കഴിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അജണ്ട ഇവിടത്തെ. സെൻട്രൽ മാർക്കറ്റിൻ്റെ എൻട്രൻസ്.